ജാമ്പവാൻ വാനരന്മാരോടായിട്ട് പറഞ്ഞു, അല്ലേ വാനരന്മാര്, നിങ്ങൾക്ക് ഈ ഹനുമാനെ അറിയാം, പക്ഷേ ഹനുമാന്റെ ജന്മകഥ ആർക്കെങ്കിലും അറിയോ? എന്താ കുട്ടികളിമാരൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ നോക്കി ഒരു കഥ അറിയില്ല അല്ലേ? എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കേൾക്കണം. കഥ കേൾക്കണമെങ്കിൽ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ പോരാ, കഥ കേൾക്കണം, എന്നിട്ട് അതിൻ്റെ കാര്യമൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ ഇരുന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ എല്ലാവരെയും കേൾപ്പിക്കുന്നത് എന്താ? ജന്മകഥ പറഞ്ഞ് കേൾപ്പിക്കണം തന്നെയാണ്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഹനുമാൻ ജാമ്പവാൻ ഹനുമാന്റെ ജന്മകഥ പറയാനായിട്ട് ആരംഭിച്ചു. സൂര്യദത്തവരസ്വർണ്ണ സുമേരുന്നാമ പർവത തസ്യ രാജ്യം പ്രശാസ്ത്യസ്യ കേസരീ നാമ വൈവിധ. സൂര്യദത്തവരസ്വർണ്ണ സുമേരുന്നാമ പർവത. സുമേരു എന്നു പേരായിട്ടുള്ള ഒരു പർവ്വതം, വലുതായിട്ടുള്ള പർവ്വതമാണ്. മഹാമേരു എന്നും പറയും സുമേരുവിന്. അങ്ങനെയൊക്കെ ഒരു പേരുണ്ട്. എന്താ അതിൻ്റെ വലുപ്പം തന്നെയാണ്. പർവ്വതങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയാവുന്നതാണ് സുമേരു, മഹാമേരു പർവ്വതം. ആ സുമേരു പർവ്വതത്തിന് ഒരു വരം ലഭിച്ചു. ആരുടെയെന്ന? സൂര്യൻ്റെ കയ്യിൽ നിന്നും. സൂര്യദത്തവര സ്വർണം. അതിൻ്റെ ശേഷം സ്വർണ്ണ നിറത്തിലാണ് ഈ പർവ്വതം. സൂര്യനാണ് ആ വരം കൊടുത്തത്. സുമേരു പർവ്വതത്തിന് വരം കൊടുക്കണ്ടായിട്ട് നീ സ്വർണ്ണമയമായി തീരട്ടെ എന്ന് വരം കൊടുത്തു ഒരിക്കൽ. അതിൻ്റെ ശേഷം സുമേരു അങ്ങനെയാണ്. ഇങ്ങനെ ആ ഒരു പർവ്വതം, മഹാമേരു പർവ്വതം, സുമേരു പർവ്വതം, ആ പർവ്വതത്തിൽ തസ്യ രാജ്യം പ്രശാസ്ത്യസ്യ കേസരീ നാമ വൈവിധ. കേസരീ നാമ, കേസരി എന്നു പേരായിട്ടുള്ള ഒരു വാനര രാജാവ്, ഒരിങ്ങനെ വാനര രാജാവ്, പേര് കേസരി. ഈ സുമേരു പർവ്വതത്തിൽ തസ്യ രാജ്യം പ്രശാസ്ത്യസ്യ, ആ വാനര രാജാവ് തൻ്റെ രാജ്യം ആ സുമേരു പർവ്വതത്തിലാണ്. അവിടെ വേണ്ട വിധത്തിൽ പ്രജകളെ പരിപാലിച്ചുകൊണ്ട്, വാനരന്മാരെ പരിപാലിച്ചുകൊണ്ട് വർത്തിക്കുന്നു. അപ്പോൾ പണ്ട് നല്ല ഒരു കാലം മുമ്പ് സംഭവിച്ചതാണ്. വാനരന്മാര് ആ സുമേരു പർവ്വതത്തിൽ കേസരി ആരാ? വൈവിധ. ഇവൻ്റെ അച്ഛനായിട്ടുള്ള കേസരി, ഹനുമാന്റെ അച്ഛനായിട്ടുള്ള കേസരി. ഹനുമാന്റെ അച്ഛൻ വായുവല്ലേ, പിന്നെ എന്താ പറയുക കേസരി എന്ന് പറയാനാണെങ്കിൽ അതാണ് കഥ കേൾക്കണം എന്ന് പറഞ്ഞാൽ. വായുപുത്രൻ വായുപുത്രൻ എന്ന് പറയും. കേസരിപുത്രൻ അങ്ങനെ അധികം പറയാറില്ല, പ്രയോഗമില്ല. കേസരി നാമ വൈവിധ. ഈ ഹനുമാന്റെ അച്ഛനായിട്ടുള്ള ആ കേസരി രാജ്യപരിപാലനം ചെയ്ത് സുമേരു പർവ്വതത്തിൽ വർത്തിക്കുന്നു. തസ്യ ഭാര്യ ബഭൂവേഷ്ട അഞ്ജനേതി പരിശ്രുത. ജനയാമാസ സാചൈനം പവനാത്മജമുത്തമം. തസ്യ ഭാര്യ, അവൻ്റെ ഭാര്യ, ആ കേസരിയാകുന്ന വാനരന്റെ ഭാര്യ അഞ്ജനേതി പരിശ്രുത. അഞ്ജന എന്ന പ്രസിദ്ധയായിട്ടുള്ള വൃത്തിയാണ് ആ കേസരിയുടെ ഭാര്യ. ഈ അഞ്ജന ആരാ? കുഞ്ചികസ്ഥല എന്ന പേരായിട്ടുള്ള ഒരു അപ്സര സ്ത്രീ. ആ അപ്സര സ്ത്രീക്ക് ഒരിക്കൽ ഒരു ശാപം കിട്ടി. ബ്രഹ്മാവിൻ്റെ നിന്ന് ഒരു ശാപം. കുഞ്ചികസ്ഥലയെ ബ്രഹ്മാവ് ശപിച്ചു. സ്വർഗത്തിന് വിരുദ്ധമായിട്ടുള്ള, അപ്സര സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് ശപിച്ചതാണ്. എന്താ ശപിച്ച്? നീ ഒരു വാനര സ്ത്രീയായി തീരട്ടെ, ഭൂമിയിൽ ജനിക്കട്ടെ, ഒരു വാനര സ്ത്രീയായിട്ട് നീ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ബ്രഹ്മാവ് കുഞ്ചികസ്ഥലയെ ശപിക്കുണ്ടായി നിരവധി കാലം മുമ്പ്. ആ ശാപം കിട്ടിയപ്പോൾ ആ കുഞ്ചികസ്ഥലയുടെ ബ്രഹ്മാവിനോട് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, എൻ്റെ എല്ലാവരും ഇവിടെയാണ്, എന്നെ ഇങ്ങനെ ഒരു വാനര സ്ത്രീയായിട്ട് ഭൂമിയിൽ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരണം, എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ശാപമോക്ഷം കൊടുത്തത് എന്താ? നീയെ ഒരു പുത്രന് ജന്മം നൽകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കാം, എനിക്ക് പണ്ടത്തെ പോലെ അപ്സരസ്ഥിതി ആവാം, അതുവരെ നീ വാനര സ്ത്രീയായിട്ട് കഴിയണം, നീ ഒരു പുത്രനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടും എന്നും പറയുണ്ടായിട്ടുണ്ട്. പൂർവ്വ ശാപമോക്ഷം കിട്ടും എന്നുള്ള കാര്യവും പറയുണ്ടായിട്ടുണ്ട്. ആ അഞ്ജനയാണ് കേസരിയുടെ ഭാര്യയായിട്ട് കഴിയണത്. അങ്ങനെ കഴിയണ കാലത്താണ് ഒരു ദിവസം
വായു ഭഗവാൻ ആ വഴി കൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. വായു സകല സ്ഥലത്തും സഞ്ചരിക്കുന്ന ആളാണല്ലോ, എല്ലാ ഭാഗത്തും വായുവിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സുമേരു പർവ്വതത്തിൻ്റെ സമീപ പ്രദേശത്തു കൂടെ, അതിൻ്റെ പ്രാർത്ഥന പ്രദേശത്തു കൂടെ ഏത് ഭാഗത്തും അദ്ദേഹത്തിന് പറ്റുമല്ലോ സഞ്ചരിക്കുകയാണ്. അപ്പം അന്ന് ഈ അഞ്ജന ഋതുസ്നാതയായിട്ട് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് വായു അഞ്ജനെ കണ്ടപ്പോൾ തരക്കടില്ല തോന്നിയ എന്താ ഇങ്ങനെ കാര്യങ്ങൾ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണത്, വാനരസ്ത്രീ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സുന്ദരി. വായുവിന് അവളേക്ക് കാമം ചെയ്യിച്ചു, അവളോട് ഇഷ്ടമായി. മാത്രമല്ല അവളോടുകൂടി കഴിയണം എന്നൊരു വിചാരം ഉണ്ടായി. അപ്പോൾ അഞ്ജനയുടെ അടുത്ത് പറയാൻ മടിയൊന്നുമില്ല വായുവിന്, ദേവന്മാരാണല്ലോ. പറഞ്ഞു, അല്ലേ എനിക്ക് നിന്നോട് കൂടി കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നിന്നോട് കൂടി ജനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അഞ്ജന നോക്കിയപ്പോൾ വായു ഭഗവാനാണ്. അഷ്ടദിക്പാലകന്മാരിൽ പ്രമുഖനായിട്ടുള്ള ആളാണ് ഈ വായു, സർവശക്തനാണ്. എന്തായാലും ഇപ്പോൾ വാനര രാജാവിൻ്റെ ഭാര്യയായിട്ടായിരിക്കും. അപ്പം അതിനേക്കാൾ ഏതായാലും കുറേ കൂടി കേമനായിട്ടുള്ള ആളാണല്ലോ ഈ വായു. എന്നാൽ ആയിക്കോട്ടെ എന്ന് അഞ്ജനയെ നിരീക്ഷിച്ചു. അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ വായു ആ അഞ്ജനയും കൂടി ക്രീഡിക്കണം. അപ്പോൾ ആ കാലത്ത് ഒരു ദിവസം ശ്രീകൈലാസത്തിൽ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും കൂടി ഇരിക്കണം. അപ്പോൾ ആ രണ്ടാളും കൂടി ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ പാർവതി ദേവിയോട് ചോദിച്ചു, പാർവതി എന്താ ഭർത്താവ്, അല്ല എനിക്കൊരു നേരമ്പോക്കൊക്കെ വേണ്ടേ? നേരമ്പോക്കോ? എന്ത് നേരമ്പോക്ക്? അല്ല എപ്പോഴും ഇവിടെ ഇങ്ങനെ കൈലാസത്തിൽ തന്നെ ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഞ്ചാരമൊക്കെ വേണ്ടേ, ലോകസഞ്ചാരമൊക്കെ വേണ്ടേ, എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കണ്ടേ? സഞ്ചരിക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ചല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല, ഞാൻ പോകാറുണ്ടല്ലോ. അതല്ല, പാർവതിക്കും രണ്ടാൾക്കും കൂടി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് സഞ്ചാരമൊക്കെ വേണ്ടതെന്ന് എനിക്കും ഇഷ്ടമൊക്കെയാണ്. എന്നാൽ നമുക്ക് പോവാം. അല്ല അപ്പം ഞാനൊന്ന് ആലോചിക്കാം, എന്ത് ഈ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അതുകൂടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണില്ലേ, നമ്മളെ പരിചയം ഉണ്ടാകുന്ന ആൾക്കാർ അനവധി ഉണ്ടാവില്ലേ? അപ്പോൾ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് ഇഷ്ടപ്രകാരം ക്രീഡിക്കാനോ വല്ലതും സാധിക്കുമോ? ഇത് പുറത്തിറങ്ങിയിട്ട് പറ്റില്ല, ഇവിടെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് പോയാൽ, നമ്മളായിട്ടല്ലാണ്ട് പിന്നെ വേറെ ആളായിട്ട് പോകാൻ പറ്റും. ആയിക്കഴിഞ്ഞാൽ പിന്നെ വാനന്മാർ ചീത്തേന്ന് ആരെങ്കിലും പറയും. ശിവനും പാർവതിയും ആ വംശത്തിലുണ്ടായെന്ന് വരെ പറയും. അപ്പോൾ പാർവതി അങ്ങനെയും കൂടി ഒന്നുണ്ട്. മാത്രമല്ല ആരും തിരിച്ചറിയാണ്ട് ആനയാകുമ്പോൾ പതുക്കെ നടന്നൊക്കെ അല്ലേ നമുക്ക് പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ? ഇതാവുമ്പോൾ ചാടി എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ലോകം മുഴുവൻ എന്ന് പറയണ പോലെ നമുക്ക് ചാടി സഞ്ചരിക്കാൻ പറ്റും, പേടിക്കുകയും ചെയ്യാം, ആരും അറിയൂല. അതൊക്കെ കേട്ടപ്പോൾ പാർവതിക്കും സമ്മതമായി. അല്ല അന്ന് ഇപ്പോൾ കളിച്ചു ക്രീഡിച്ചു, അതുപോലെയൊന്നും ഉണ്ടാവില്ലല്ലോ അന്നൊരു ആന ഉണ്ടായത് ഗണപതി. ഇനിയിപ്പോൾ അതൊന്നും പാർവതി വരും.